കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ SSLC +2 വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ A+ ജേതാക്കളെ സമ്മാനിച്ച പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള മൗണ്ട് താബോർ ഗേൾസ് ഹൈസ്കൂളിലെയും സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മാലൂർ MTDM ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികൾ ഇന്ന് സെന്റ് സ്റ്റീഫൻസ് അങ്കണത്തിൽ സംഗമിച്ചു. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജ്മെന്റും അധ്യാപകരും ചേർന്നാണ് എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഒരേ വേദിയിൽ കോർത്തിണക്കിയത്. മാതൃവിദ്യാലയത്തിന് മാത്രമല്ല, മലയോര ഗ്രാമത്തിനാകെ അഭിമാനം പകരുന്ന ഒന്നാം തരം വ്യക്തിത്വങ്ങൾക്ക് ഉടമയാണ് ഇവർ. ഇവർക്കിടയിൽ പഠനത്തിൽ മികവ് പുലർത്തിയവർ മാത്രമല്ല ഉള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന ശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും സംസ്കൃതോത്സവത്തിലുമെല്ലാം ഒന്നാം സ്ഥാനം നേടിയവരും ഇവർക്കൊപ്പമുണ്ട്. സംസ്ഥാന ഗണിതശാസ്ത്രമേളയിൽ വ്യക്തിഗത ഇനത്തിൽ സിംഗിൾ പ്രോജക്ടിന് ഒന്നാം സ്ഥാനം നേടിയ സംഗീത, മലപ്പുറത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സംസ്കൃതോത്സവം കഥാരചനയിൽ ഒന്നാം സ്ഥാനം നേടിയ അൻസില അലാവുദ്ദീൻ തുടങ്ങി നിരവധി പ്രതിഭാധനരായ വിദ്യാർത്ഥികളും ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ ഗണത്തിൽപ്പെടുന്നു. തിളങ്ങുന്ന മുഖത്തോടെയും ചെറുപുഞ്ചിരിയോടെയും അവാർഡ് ജേതാക്കൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. കൽക്കട്ട ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്ത, സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ CO ജോസഫ് റമ്പാൻ, ഡയറ സെക്രട്ടറി റവറന്റ് ഫാദർ KV പോൾ, PTA പ്രസിഡന്റ് AR ഹാഷിം, സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എബ്രഹാം വർഗീസ്, മൗണ്ട് താബോർ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ബെറ്റ്സി ജോസഫ്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മേരി മാത്യു, മാലൂർ MTDM ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ദാനിയൽ കുട്ടി, റവറന്റ് ഫാദർ ബെഞ്ചമിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.